ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിന്ന് മീനില്ലാത്തൊരു മീൻകറി ഉണ്ടാക്കി വയ്ക്കാമല്ലോ. അപ്പോൾ മീൻകാരൻ വരാൻ വൈകിയാലോ, മീൻകാരൻ വന്നില്ലെങ്കിലോ, പിന്നെ നമ്മൾ നൂലുമ്പ് പോലെ കാര്യങ്ങളൊക്കെ എടുക്കൂലേ, അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ മീൻ കൂട്ടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതിനായി നമുക്ക് വേണ്ടത് ഒരു പാനിലേക്ക് അത്യാവശ്യം നല്ല വലുപ്പമുള്ള 2 തക്കാളിയും പച്ചമുളകും ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഞാനിവിടെ 2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് മുളക് പൊടി 1 ടേബിൾ സ്പൂണും മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂണും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി കറിവേപ്പില നമുക്ക് ഉണ്ടെങ്കിൽ കറിവേപ്പില കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ടേസ്റ്റ് നല്ല കൂടും. പിന്നെ നന്നായിട്ടത് തിളയ്ക്കാൻ വെക്കുക. അങ്ങനെ തിളച്ച് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് വെളുത്തുള്ളിയുടെ അല്ലുണ്ടല്ലോ, അത് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നന്നായി തിളക്കട്ടെ. ഈ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങയും പെരുംജീരകം 2 കൊച്ചുള്ളിയും കൂടിയിട്ട് നന്നായി അരച്ചെടുക്കുക. അപ്പോൾ നന്നായി തിളച്ച് തക്കാളിയൊക്കെ വെന്ത് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് ചെറിയൊരു തിള വന്നു കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ. മാറ്റി വെച്ചിട്ട് നമുക്ക് വേറെ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ചെറുള്ളി ചെറുതാക്കി അരിഞ്ഞതും കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് വറവ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ മീനില്ലാതെ മീൻകറി റെഡിയായി. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായി നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പി ആട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് നല്ല മീനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഇട്ടാൽ നല്ല രസമാണ് കേട്ടോ. നല്ല സ്രാവോ ഉണക്ക മീനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ സ്രാവോ മാന്തളൊക്കെ ഇട്ടുണ്ടാക്കുക വെച്ചാൽ നല്ല ടേസ്റ്റ് കൂടും. അല്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ബൈ.